ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട വിരമിച്ച ഉദ്യോഗസ്ഥരോട് ദേവസ്വം ബോർഡ് വിശദീകരണം തേടി. പ്രത്യേക അന്വേഷണ സംഘം ബോർഡ് ആസ്ഥാനത്തെത്തി പരിശോധന നടത്തി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിന് പിന്നാലെ കെ സുനിൽകുമാറിനും സസ്പെൻഷൻ. സ്വർണം ചെമ്പാക്കി മാറ്റിയ മഹസറിൽ ഒപ്പിട്ടത് അസിസ്റ്റന്റ് എഞ്ചിനീയറായ സുനിലിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. പ്രത്യേക അന്വേഷണ സംഘം കേസിൽ പ്രതിയേർത്തതോടെയാണ് സസ്പെൻഷൻ നടപടി. കേസിലെ പ്രതികളായ വിരമിച്ച ഉദ്യോഗസ്ഥരോട് 10 ദിവസത്തിനകം നിസ്സീകരണം നൽകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർക്ക് ഈ റൂൾ പ്രകാരം വിശദീകരണ നോട്ടീസ് നൽകി അവരെ വിശദീകരണം വാങ്ങുവാനും തുടർ നടപടികൾ എന്താണോ ഈ നിയമത്തിൽ പറയുന്നത് അതനുസരിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കുവാനും തീരുമാനിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയ പ്രത്യേക അന്വേഷണ സംഘം രേഖകൾ പരിശോധിച്ചു. ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ തേടി. സ്വർണ്ണക്കൊള്ളയിൽ ഉദ്യോഗസ്ഥ വീഴ്ച കണ്ടെത്തിയ ദേവസ്വം വിജിലൻസ് SP സുനിലിനെയും സംഘം കണ്ടു. കേരളത്തിന് പുറത്തും SITയുടെ പരിശോധന തുടരുകയാണ്. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം കേസിലെ പ്രതികളായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.